നമ്മളെ സംബന്ധിച്ചിടത്തൊരു ചെറിയ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കി. അതിന് നേരത്തെ പറയുന്ന പോലെ നമ്മൾ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ പൊതുവേ പറഞ്ഞു കേട്ടിട്ടുള്ള എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്തു, അതിനകത്തൊരു പരിഹാരമായിട്ടില്ല. ചിലപ്പോൾ നമ്മളത് വളരെ സിമ്പിളായിട്ടൊരു രീതിയിൽ തന്നെ ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് മുമ്പായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഒരു പക്ഷേ ആ ഒരു ഗൗരവത്തിൽ തന്നെ ചിലപ്പോൾ മരുന്ന് കൊടുത്തിട്ടുണ്ടാവാം. എന്നാലും ആ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ആണെങ്കിലും നമുക്ക് നിന്നുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഇതിലെന്തോ കാര്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൻ്റെ അടുത്ത ലെവലിലേക്ക് പോകുക തന്നെയാണ് വേണ്ടത്. അതെന്തുമായിക്കോട്ടെ, കാലിൽ വരുന്നൊരു തരിപ്പായിക്കോട്ടെ, വേദനയായിക്കോട്ടെ, ദഹനമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും വേണ്ടില്ല. നമ്മൾ ചെറിയ പരിഹാരങ്ങൾ കഴിഞ്ഞിട്ടും അത് തുടർന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുക തന്നെയാണ് വേണ്ടത്. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് സെൽഫ് മെഡിക്കേഷനാണ്. നമ്മൾ പരിചയമുള്ള ആരോടെങ്കിലും ചോദിക്കും, അതല്ലെങ്കിൽ നമ്മൾ തന്നെ ഫാർമസിയിൽ പോയിട്ട് അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു മരുന്ന് വാങ്ങിച്ച് കഴിക്കും. പറയുന്ന ലക്ഷണങ്ങൾക്ക് അവരെന്തെങ്കിലും കൊടുക്കും, പക്ഷേ അതിൻ്റെ റൂട്ട് കോസ് ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല. അപ്പോൾ അവിടെയൊക്കെ നമ്മളത് റിപ്പീറ്റഡായിട്ട് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോപ്പറായിട്ടുള്ള ഒരു ഫിസിഷ്യനെ കണ്ട് അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തുക തന്നെ വേണം. അതല്ലെങ്കിലാണ് ഇതൊക്കെ മൂർച്ഛിച്ച് വേറെ എന്തിലേക്കെങ്കിലുമൊക്കെ എത്തുന്നത്. ഇന്നത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ആർക്കും സമയമില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും കഴിച്ച് അങ്ങോട്ട് ഓടണം, ആ ഒരു തിരക്കിലാണ് എല്ലാവരും. ഒന്ന് ആശുപത്രിയിൽ പോയി ഒരു 4 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പോലും ചിലപ്പോൾ നമ്മുടെ അടുത്ത് സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ അത് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു അശ്രദ്ധയാണ് പലരിലേക്കും അതൊരു പിന്നേക്കൊരു വലിയ പ്രശ്നമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് എനിക്ക് ഒരു ഒബ്സർവേഷനിൽ തോന്നിയേക്കുന്നത്. ഇന്നത്തെ ഒരു ഫാസ്റ്റ് ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് വരുന്ന പല പ്രശ്നങ്ങളും പലർക്കും അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, ചിലർക്കത് പറ്റാത്ത ആൾക്കാരുമുണ്ട്. അപ്പോൾ പറ്റാത്ത ഒരാൾക്കാരെ നമ്മൾ അതിനെ മുഴുവൻ മരുന്നിൽ ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. കാരണം ആയുർവേദം എപ്പോഴും ട്രീറ്റ് ചെയ്യുന്നത് എന്താണ് അതിൻ്റെ റൂട്ട് കോസ് എന്ന് നോക്കിയിട്ടാണ്. അപ്പം ഒരാളെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ട് ഇരിക്കുന്നതാണ് അയാളുടെ ഒരു പ്രശ്നം എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറിയിട്ടുള്ള എന്തെങ്കിലും ഒന്നിലേക്ക് ഇടയ്ക്കെങ്കിലും വന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതേപോലെ തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വർക്ക് പ്രഷറാണ് ഒരുപാട്. കാരണം വർക്ക് പ്രഷർ ചിരിച്ചുകൊണ്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്, ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ അവിടെ നമ്മളുടെ ഒരു കഴിവാണ് അവിടെ, അതിനെ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റുമെന്നുള്ളത്. നമുക്ക് ഉപദ്രവമാണ് എന്ന് തോന്നുന്നൊരു സാധനത്തിനെ നമ്മൾ എടുത്താൽ അത് നമുക്ക് കേട് തന്നെ ഉണ്ടാവുള്ളൂ, നമുക്ക് പ്രയാസം തന്നെ ഉണ്ടാവും. അത് മാനസികമായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ. അത് കോമ്പറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ മാനസികമായിട്ട് ഇപ്പോൾ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ട്രെയിനിങ്ങുകളെ വെച്ചോ അല്ലെങ്കിൽ യോഗ പോലെയുള്ള എന്തെങ്കിലും കാരണങ്ങളെ വെച്ചോ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആവാൻ പറ്റുന്ന എന്തെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഔഷധത്തിനേക്കാൾ ഒരു പക്ഷേ വേറെ ഒരു ഇതിലേക്ക് മാറുന്നതായിരിക്കും നന്നാവുക. ഒരു പരിധി വരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, പക്ഷേ ഒരപ്പുറത്തേക്ക് അത് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഉറക്കമൊഴിച്ച് തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. അപ്പം ആയുർവേദത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ ശരീരത്തെ നശിപ്പിക്കുന്നതിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു കാരണം രാത്രിയിൽ ഉറക്കഴപ്പ് എന്നുള്ളതാണ്. അപ്പോൾ അത് അത്രയും ശരീരത്തിന് കേടായിട്ടുള്ള ഒന്നാണ്. ഒരു പ്രായം വരെ ഒരു പക്ഷേ കേടുവരുത്തുന്നുണ്ടാവില്ല, അത് കഴിഞ്ഞാൽ ഇത് കേടുവരുത്തുന്നുണ്ടാവും. എക്സെപ്ഷണലായിട്ട് ചിലവുണ്ടായിരിക്കാം, ഇതൊന്നും ബാധിക്കപ്പെടാത്ത ചിലരുണ്ടായിരിക്കാം. പക്ഷേ ജനറലായിട്ട് ആയുർവേദം സംസാരിക്കുമ്പോൾ ഇതൊന്നും ഹെൽത്തിയാണ് എന്നുള്ള രീതിയിൽ സജസ്റ്റ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ തിരിച്ചറിയുക തന്നെയാണ് വേണ്ടത്. ആ ഒരു സംഗതി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാറുക. തൽക്കാലത്തേക്ക് കുറേ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഏത് സിസ്റ്റം ആയാലും ആ ഒരു സിസ്റ്റം വഴി പറ്റുന്നുണ്ടാവാം. പക്ഷേ ഒരു പെർമനൻ്റായിട്ടൊരു സൊല്യൂഷൻ അതാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം തന്നെയാണ്. ആയുർവേദത്തിൽ നമ്മളെ ശരീരത്തെ നിലനിർത്തുന്നത് 3 പില്ലേഴ്സായിട്ടാണ് പറയുന്നത്. നമുക്കൊരു വീടിൻ്റെ 3 തൂണെന്നുള്ള രീതിയിൽ. അതിലൊന്ന് ആഹാരം, പിന്നെ ഉറക്കം, പിന്നെ ഉള്ളത് അബ്രഹ്മചര്യം, അതായത് സെക്ഷുവലായിട്ടുള്ള നമ്മുടെ ലൈഫ്. എക്സസൈസിനെ പോലും അതിനകത്ത് ആയുർവേദം പറഞ്ഞിട്ടില്ല. അപ്പം ആദ്യം പറഞ്ഞേക്കുന്നത് ആഹാരമാണ്. ഭക്ഷണത്തിനകത്ത് നേരത്തെ പറയുന്ന മാതിരി നമ്മുടെ വയററിഞ്ഞ് നമുക്ക് പറ്റുന്ന ഭക്ഷണം ശരിയായ അളവിൽ ശരിയായ സമയത്ത് കഴിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ. പിന്നെ ഉറക്കത്തിന് നമ്മൾ അത്രയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളൊരു ദിവസത്തിനകത്ത് നമ്മൾ ശരീരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കും ക്ഷീണമുണ്ട്. നമ്മളെ മൊത്തമായിട്ടുള്ള ശരീരമല്ല, പ്രവർത്തിക്കുന്ന ഓരോ അവയവങ്ങൾക്കും ക്ഷീണമുണ്ട്. അതിനൊരു വിശ്രമം ആവശ്യമുണ്ട്. അത് പൂർണ്ണമായിട്ട് നിൽക്കുന്നില്ല, പക്ഷേ
അതിൻ്റെ ആ പ്രവർത്തിക്കുന്ന ആ ഒരു തോതിനൊരു വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ ഉറങ്ങുമ്പോൾ. അത് തന്നെ നമുക്കിപ്പോൾ ഉഷ്ണമുള്ള സമയമുണ്ട്, ശീതമുള്ള സമയമുണ്ട്. ഇപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ പൊതുവേ കൂടുതൽ ക്ഷീണിക്കും. അത്രയും ക്ഷീണം നമുക്ക് തണുപ്പ് കാലത്ത് നടക്കില്ല. അപ്പോൾ അത് നമ്മളൊരു കാലാവസ്ഥയിൽ പറയുമ്പോൾ അതൊരു ദിവസത്തിൽ നമുക്ക് പകലുണ്ട് രാത്രിയുണ്ട്. പകൽ ചൂടാണ്, നമ്മൾ ആക്റ്റീവാണ് സൂര്യനുള്ള സമയത്ത്. രാത്രിയിൽ ചന്ദ്രന് പ്രാധാന്യമുള്ളൊരു സമയം തണുപ്പാണ്. അപ്പോൾ ആ സമയത്ത് കിടന്നുറങ്ങുമ്പോഴാണ് നമുക്ക് ഈ പകൽ സമയത്ത് നമ്മൾ ചെയ്ത ജോലിയുടെ എല്ലാ റിപ്പയറിങ്ങും നടക്കുന്നത്. ആ റിപ്പയറിങ് നടന്നില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിയർ ആൻഡ് ടയർ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് നാളത്തേക്ക് എന്തെങ്കിലും ഒരു ദിവസം ഒരു വലിയ പ്രശ്നമായിട്ടുള്ളത് മാറും. അതേപോലെ തന്നെയാണ് നമ്മുടെ സെക്ഷൽ ലൈഫിൻ്റെ കാര്യത്തിനകത്ത്. നമ്മൾ അമിതമായിട്ടുള്ള സെക്ഷൽ കോണ്ടാക്ട്സിന് നമ്മൾ ഏർപ്പെടുന്നത് ശരിക്കും ശരീരത്തിനെ നശിപ്പിക്കുന്നതായിട്ട് തന്നെയാണ് പറയുന്നത്. അതിൽ തന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് പറയുന്നുണ്ട്. വേനൽക്കാലത്താണെങ്കിൽ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ജലാംശം നഷ്ടപ്പെടുന്ന ഒരു സമയം. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒന്നായിട്ടാണ് സെക്ഷൽ കോണ്ടാക്ട്സിനെ പറയുന്നത്. അപ്പോൾ ഈ 3 എണ്ണത്തിനെ ശരിയായിട്ട് കൊണ്ടുപോകുന്നതാണ് ശരിക്കും ആരോഗ്യത്തിൻ്റെ ഒരു പ്രധാന എന്താ പറയണേ, ഈ 3 ശരീരത്തിനെ താങ്ങി നിർത്തുന്ന 3 കാര്യങ്ങളായിട്ട് പറയണത്. ആഹാരവും ഉറക്കവും അതേപോലെ തന്നെ സെക്ഷുവലായിട്ടുള്ള നമ്മുടെ ലൈഫും. അപ്പോൾ അതിൽ നല്ല പ്രാധാന്യമുള്ളത് തന്നെയാണ് ഈ ഉറക്കം എന്ന് പറയുന്നത്. ഇടക്കാലത്ത് ചില റിപ്പോർട്ടുകളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു, നന്നായിട്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ചിലർക്ക് ഹാർട്ട് അറ്റാക്കായിട്ട് വന്ന് മരിച്ചു പോയ കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ ഇടയ്ക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു ജീവിതമൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഇവരിലൊക്കെ ആകെ ഒരു പ്രശ്നം തോന്നിയിരുന്നത് ഇവർ ഉറങ്ങുന്നില്ല എന്നുള്ളതാണ്. രാത്രിയിൽ ഇവർ ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ മറ്റോ ആണ്. അതല്ലെങ്കിൽ എങ്ങനെ ഇത് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആൻസർ ഇല്ലായിരുന്നു. കാരണം കൃത്യസമയത്ത് അവർ പകൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്, റെഗുലറായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ചിട്ടയിൽ പോകുന്നുണ്ട്, എക്സെപ്റ്റ് ഈ ഒരു ഉറക്കത്തിൻ്റെ കാര്യത്തിൽ. അപ്പം അതിനെ ഏത് തലം വരെയും ശരീരത്തിനെ ബാധിക്കാം നമുക്ക് ശരിയായിട്ട് ഉറക്കം കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ വിശ്രമം കിട്ടിയിട്ടില്ലെങ്കിൽ. അത്രയും പ്രാധാന്യമുള്ളത് തന്നെയാണ്.